അസ്സലാമു അലൈക്കും. ഞാൻ സ്വർണ്ണക്കടയിൽ പോയൊരനുഭവം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. വലിയൊരു കാര്യമൊന്നുമില്ല, എന്നാൽ ചെറിയ കാര്യം നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ അതിലുണ്ട് താനും. സ്വർണ്ണക്കടൻ്റെ പേര് ഞാൻ പറയുന്നില്ല. കുറച്ച് നൊട്ടുറുമ്പ് സാധനങ്ങളും ഒരു മാലയൊക്കെ മാറ്റാണ്ട് അതിന് വേണ്ടി ഒരു സ്വർണ്ണക്കടയിൽ പോയി ആ സ്റ്റാഫിനെ ഇത് കാണിച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ കൂടെ വൈഫുണ്ട്, അതോടൊപ്പം എൻ്റെ മോളും ഉണ്ട്. ഈ കുട്ടികൾക്ക് പെണ്ണുങ്ങൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന ഈ ആഭരണങ്ങൾ മാറ്റുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. സത്യത്തിൽ എനിക്കത് ഭയങ്കര ദേഷ്യമുള്ളൊരു പരിപാടി, കാരണം ഭയങ്കര നഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ സാധനം കാണിച്ചപ്പോൾ ഈ സ്റ്റാഫ് പറഞ്ഞു, ഇതിൽ ഈ മാലയ്ക്ക് ചുറ്റും കല്ലുകളുണ്ട്, അത് കളയണം, മാറ്റണം, അതോടൊപ്പം ചളിയുണ്ട്, ആ ചളിയും കളയണം പറഞ്ഞ് തട്ടാൻ്റെ അടുത്ത് കൊട്ടു. കൂടെ ഈ സ്റ്റാഫും പോന്നു. അപ്പോൾ തട്ടാൻ്റെ ഇത് തന്നു, തട്ടാൻ്റെതൊക്കെ നോക്കി തട്ടാൻ്റെ ചളിയൊക്കെ കളയാൻ തുടങ്ങി. പിന്നെ ഈ മാലയ്ക്ക് ചുറ്റും ബോളുകളാണ്, ആ ബോളിന് ചുറ്റും കല്ലുകളുണ്ട്, നല്ല ഭംഗിയുള്ള കല്ലുകളാണ്. അത് ഒരു കട്ടിംഗ് പ്ലെയർ ചെറിയൊരു കട്ടിംഗ് പ്ലെയർ എടുത്ത് അതിങ്ങനെ കട്ട് ചെയ്ത് അത് കളയാൻ തുടങ്ങി. അതങ്ങനെ കംപ്ലീറ്റ് കളഞ്ഞു. കല്ലും പിന്നെ സ്വർണ്ണമൊക്കെ വേറെ ആക്കി. എന്നിട്ട് ഈ കല്ല് ഒരു ഭാഗത്തേക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് ഈ സ്വർണം ഒരു പാത്രത്തേക്ക് കൊണ്ടുവന്ന പാത്രത്തിനെ അദ്ദേഹം പൊറുക്കിട്ടു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തലകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ കാണിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല സുഹൃത്തെ, ഈ മാറ്റി വെച്ച കല്ല് അത് ഇതിലേക്ക് ഇടേണ്ടത് വെച്ച്. അല്ല, അതിൻ്റെ ആവശ്യമില്ല, അതിൽ വേസ്റ്റാണ്, അതിലൊന്നുമില്ല, കളയാൻ വെച്ചതാണ്. അല്ല, ഞാൻ അതിലേക്ക് ഇട്ടളിയാണ്. ഞാൻ ആ കല്ലും കൂടി ഇതിലേക്ക് ഇടിച്ചു, ഈ പാത്രത്തേക്ക് ഒരു സൈഡിലേക്ക്. അതും കൊണ്ട് സ്റ്റാഫ് പോന്നു. സ്റ്റാഫും അതിക്ക് സപ്പോർട്ട് ചെയ്ത് കേട്ടോ. പിന്നെ ഈ സ്വർണം ചളി കളഞ്ഞത് തൂക്കി. അന്നത്തെ തൂക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ പാത്രത്തിലെ ആ ഒഴിവാക്കപ്പെട്ട കല്ല്, വേസ്റ്റ് കല്ല്, തട്ടാൻ്റെ പിന്നെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഞാനൊരു പേപ്പർക്ക് മാറ്റി പൊതിഞ്ഞ് വെച്ചു. ഇദ്ദേഹം തൂക്കി അന്നത്തെ മാർക്കറ്റ് വില നിശ്ചയിച്ച് അതിൻ്റെ വിലയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വിലയൊക്കെ എഴുതി. എന്നിട്ട് ഞാൻ അയച്ചു നോക്കി ഈ പൊതിഞ്ഞ് വെച്ച പേപ്പർ. അപ്പോൾ അതിൽ ഈ ചെറിയ പീസ് സ്വർണം കിടക്കണേ. എന്താ ഈ തട്ടാൻ്റെ ഒരു പണിയൊക്കെ ആണെങ്കിൽ, തട്ടാൻ്റെ ഒരു ഇടത്തട്ട് ആകെ 10 മിനിറ്റിൻ്റെ പണി എടുത്തിട്ടുള്ളൂ. അപ്പോൾ രാവിലെ മുതൽ ഇപ്പോൾ ഇങ്ങനത്തെ പണി തുടങ്ങുകയാണെങ്കിൽ തട്ടാൻ്റെ വരുമാനത്തരെയാണ്. പൊന്ന് തട്ടാന് ഇതൊക്കെ കൊണ്ടുപോയി തിന്നാൻ പറ്റുമോ? തട്ടാന് ഒന്ന് ആലോചിക്കേണ്ടതൊക്കെ. ഇങ്ങനത്തെയൊക്കെ മുതലൊക്കെ കൊണ്ടുപോയി കുട്ടിയെ കൊടുത്താൽ ക്യാൻസർ പിടിച്ചില്ല കുട്ടിയൊക്കെ നമുക്കൊക്കെ. ഒരിക്കലും വിശ്വാസവഞ്ചന ചെയ്യരുത് സുഹൃത്തെ. എനിക്ക് പിന്നെ സ്വർണം ആഭരണം മാറ്റിനോടൊക്കെ പറയുള്ളത്, ഇങ്ങനെ നമ്മൾ തട്ടാമരത്തൊക്കെ പോകുമ്പോൾ നമ്മളെ ബുദ്ധി, നമ്മളെ മനസ്സ്, നമ്മളെ കണ്ണ് ആ പരിസരത്തന്നെ വേണം. പിന്നെ അവിടെ ഒന്നും ബാക്കി വെച്ച് പോരരുത്. എന്താണെങ്കിൽ അതിട്ട് കൊണ്ടുവരണം, വീട്ടിലേക്ക് കൊണ്ടുവരണം, എന്നിട്ട് പരിശോധന നടത്തണേ, അല്ലാതെ കളഞ്ഞു പോകരുത്. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഈ സ്ത്രീകൾക്കാണെങ്കിൽ എല്ലാവരും വിശ്വാസമാണ്, അവരിതൊന്നും പറയില്ല. ഇപ്പോൾ തട്ടാൻ അങ്ങനെ പറഞ്ഞാൽ എന്നാൽ ശരി എന്നൊക്കെ കാര്യം വെച്ചാൽ അവിടെ ഒഴിവാക്കി പോരും. അങ്ങനെ ആണോ പെണ്ണോ നമ്മൾ ആരും ചെയ്യരുത്. അവിടെ ഒഴിവാക്കാതെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ഈ സാധനം തൂക്കി, ഇതിൽ തൂക്കി നോക്കുമ്പോൾ 1280 രൂപൻ്റെ സ്വർണം ഇതിൽ കിടക്കാണ്. ഇങ്ങനെയൊക്കെ പണിയെടുത്താൽ എങ്ങനെയാണ്? ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ നടത്തേണ്ട സ്ഥാപനമാണ്. അവിടെ വഞ്ചന പാടില്ല. ഏത് കടയാവട്ടെ, സ്വർണ്ണക്കടയാവട്ടെ, തുണിക്കടയാവട്ടെ, പലചരക്കടയാവട്ടെ, പച്ചക്കറിയോടെയാവട്ടെ, മീൻ കടയാവട്ടെ, അതിന് വിശ്വാസം വേണം. അവിടെ ചതി പാടില്ല. ഒരിക്കലും ബിസിനസ്സിൽ ചതിക്കരുത്. ഒരു ക്വാളിറ്റി ബിസിനസ്സിൽ നിർബന്ധമാണ് ഏവർക്കും. അതിവിടെ നഷ്ടപ്പെടുത്തി ആ തട്ടാൻ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ മാനേജറെ വിളിപ്പിച്ചു, ഈ തട്ടാനെ വിളിപ്പിച്ചു, ശക്തമായിട്ട് താക്കീത് കൊടുത്തു. ഞാൻ മേലിൽ ആവർത്തിക്കരുത്, ഇത് വഞ്ചനയാണ്, ചതിയാണ്, അത് കച്ചവടക്കാർ ചെയ്യാൻ പാടില്ലാത്തതാണ്, ചെയ്യരുതാത്തതാണ് എന്നുകൂടി പറഞ്ഞിട്ടാണ് ഞാൻ ആ സ്വർണ്ണക്കടയിൽ നിന്ന് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ നല്ല മുതൽ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെ മാറ്റാൻ പോകുന്ന ആളുകൾ ഒന്നും അവിടെ ബാക്കിയാക്കി പോരരുത്. അതുപോലെ ബുദ്ധി മനസ്സൊക്കെ അവിടെ തന്നെ വേണം. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകരുത്. പോയാൽ മുതൽ പോകും. അതെനിക്ക് നിങ്ങളോട് പറയുള്ളത്. അസ്സലാമു അലൈക്കും.